അല്ലെ റെഫ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നാണ് അല്ലേ. നമുക്ക് കഴിയുന്നൊക്കെ റെഫ്യൂസ് ചെയ്യാം. കടയിൽ പോകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ ആകുമ്പോൾ നമ്മൾ റെഫ്യൂസ് ചെയ്യുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് റിപ്പിൾ സ്പേസ് ടൈം, ശിവ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു ഹിച്ച് ഹൈക്കിങ്ങിന്റെ ഇടയിൽ ഞാൻ റോഡിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിവസം ടൈം കിട്ടുമ്പോഴത്തേക്കും വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടുത്തെ കാണിക്കാന്നുള്ളത്. അപ്പോൾ ഇന്ന് 2 months ആയിട്ട് ഇവിടെ കളക്ട് ആവുന്ന പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോളിത്തീൻ മെറ്റീരിയൽസും കവറിംഗ് പാക്കേജിംഗ് മെറ്റീരിയൽസും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ബണ്ടിലാക്കിയതും, അതുപോലെ ബോട്ടിൽസും അതുപോലത്തെ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു ബണ്ടിലാക്കിയതും, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, പേപ്പേഴ്സ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വേറെ ബണ്ടിലാക്കിയതും, അതല്ലാണ്ട് ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ബയോഗ്യാസ് വഴി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഇന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോസിലോട്ട് പോവാം. എല്ലാ വേസ്റ്റസും ഇട്ട് വെക്കുന്നത്, വേസ്റ്റ് മീൻസ് റീസൈക്കിളബിൾ ആയിട്ടുള്ള വേസ്റ്റ്, ഓർഗാനിക് ആയിട്ടുള്ളതല്ല, റീസൈക്കിൾഡ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം, പ്ലാസ്റ്റിക്കും പേപ്പേഴ്സ്, ബോട്ടിൽസ്, മെറ്റൽസ് ആയിട്ടുള്ളതെല്ലാം ഇതിനകത്താണ് ഇതിനകത്താണ് ആദ്യം കളക്ട് ചെയ്യുന്നത്. 2 months കളക്ട് ചെയ്യുന്നത്. ഇതൊന്നും മാത്രമല്ല, ഇതുപോലത്തെ 2 ഉണ്ട്. ഇതൊന്ന് വേറൊന്നും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് കളക്ട് ആയതിനു ശേഷം അത് സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ജസ്റ്റ് പോളിത്തീൻ ആയിട്ടുള്ളത് വാഷ് ചെയ്ത്, ഫുഡ് പാഴ്സലിന്റെ കൂടെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളക്ട് ചെയ്തത്, അല്ലാതെ പാക്കേജ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്തത്, അതെല്ലാം റീസൈക്കിളബിൾ ആയിട്ടുള്ളതെല്ലാം ഇതിന്റെ അകത്ത് കളക്ട് വെച്ചിട്ടുണ്ട്. മെറ്റൽ ആയിട്ടുള്ളതെല്ലാം ഇവിടെ കളക്ട് വെച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലത്തെ സംഭവം, ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം ഇതുപോലത്തെ ഒരു ഇത് അങ്ങനെ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലോത്ത്സ്, വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളെല്ലാം ഇതുപോലെ വേറൊരു ബണ്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 months കൊണ്ട് ഒരു വീട്ടിൽ ഒരു ആവറേജ് ഉണ്ടാകുന്ന വേസ്റ്റാണ് ഇത്രയും കാണുന്നത്. ഇപ്പോൾ റോഡിൽ ഡംപ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്നില്ലാന്നേ ഉള്ളൂ ഇത്രയും വേസ്റ്റ് നമ്മൾ 2 months കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് റീസൈക്കിൾ ചെയ്യാൻ നമുക്കും എളുപ്പമായിരിക്കും. സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം നമുക്ക് റീസൈക്ലിംഗ് ഏജൻസിയിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കളക്ട് ചെയ്യാനും അവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ മണിയാക്കി മാറ്റാൻ പറ്റും. വേസ്റ്റ് ടു മണി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബയോഗ്യാസ് ഫെസിലിറ്റി. ബയോഗ്യാസ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ കണ്ടിട്ടുണ്ടാകും. ബയോഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളിനെ നമുക്ക് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് യൂസബിൾ ആക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്, വേസ്റ്റിന് ഡംപ് ചെയ്യുന്നത് ഇതുവഴിയും. അപ്പോൾ ഇതിന്റെ അകത്ത് വെച്ചിട്ട് അനൈറോബിക് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ ട്യൂബ് വഴി ഇതിന്റെ അകത്ത് കളക്ട് ആവുകയും അത് ട്യൂബ് വഴി ഈ ബർണർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓർഗാനിക് വേസ്റ്റിൽ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുവഴി നമ്മൾ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ അകത്ത് നടക്കുന്നത് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗ്യാസ് കളക്ട് ആവുന്നത്, ഇതിന്റെ അകത്ത് ഗ്യാസ് കളക്ട് ആവുന്നത്. എന്നിട്ട് സ്ലറി ആയിട്ട് നമുക്ക് ഇതുവഴി കളക്ട് ആവുകയും ഇത് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റസും ഫുഡ് വേസ്റ്റും ഒക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്. റോഡിൽ കൊണ്ട് കളയുന്നതിൽ കണ്ടിട്ടില്ല നിങ്ങൾ, പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ട് കളയുന്നത്, അതിന്റെ ആവശ്യമില്ല. വീടുകളിൽ മേടിക്കുന്ന എല്ലാ ടൈപ്പ് പ്ലാസ്റ്റിക്, ഇനി ബിസ്ക്കറ്റിന്റെ കവർ ആയാലും ശരി, സർഫിന്റെ കവർ ആയാലും ശരി, മെഡിസിന്റെ കവർ, ഫുഡ് വാങ്ങിക്കുമ്പോൾ പാഴ്സലിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന കവർ, അങ്ങനെ എല്ലാ കവറുകളും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം ജസ്റ്റ് ഇതുപോലത്തെ ഒരു പോളിത്തീൻ കവറിൽ സ്റ്റോർ ചെയ്തതിനു ശേഷം അതുപോലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 months കൊണ്ട് കളക്ട് ആവുന്നതാണ് ഇതെല്ലാം. 2 months കൊണ്ട് ഒരു വീട്ടിൽ ഇതുപോലെ ഇത്രയും മാത്രം പ്ലാസ്റ്റിക്കാണ് കളക്ട് ആവുന്നത്. ഓക്കെ, ഇതാണ് ന്യൂസ് പേപ്പർ ബണ്ടിൽ. ന്യൂസ് പേപ്പർ സെഗ്രിഗേറ്റ് ചെയ്ത്, ന്യൂസ് പേപ്പർ മാത്രമായിട്ടുള്ളത്. ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ വെറുതെ റോഡിലേക്ക് കൊണ്ട് കളയില്ല. ബിസ്ക്കറ്റ് ആയാലും ഇപ്പോൾ മാഗി വാങ്ങിച്ചതായാലും അല്ലെങ്കിൽ ഇപ്പോൾ സർഫിന്റെ കവറായാലും ഇതുപോലത്തെ കവറൊക്കെ ടാർ ചെയ്യുമ്പോഴത്തേക്കും അത് അതിന്റെ കൂടെ ഈ പ്ലാസ്റ്റിക് റബ്ബർ ഇതൊക്കെ മെൽറ്റ് ചെയ്തതിനു ശേഷം അത് റോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്ത്, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്ത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ എൻവയോൺമെന്റിന് ദോഷമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം 2 months കളക്ട് ആയത് മാത്രമാണ് ഇത്. അപ്പോൾ ഇത്രയും വീടുകളിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതെല്ലാം റോഡിൽ വെറുതെ ഡംപാവുകയാണ് വെറുതെ. അപ്പോൾ ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്.
വീണ്ടും ഈ ചാക്കുകളൊക്കെ അടുത്ത 2 മാസത്തിന് ശേഷമുള്ള വേസ്റ്റുകളെയും കാത്ത് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം ഇവർ ഇനി കളക്ട് ചെയ്ത് റോഡ് ടാർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ മെൽറ്റ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയായിട്ടൊക്കെ യൂസ് ചെയ്തോളും. പിന്നെ ബാഗ് ആയാലും റബ്ബർ ആയാലും ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ഓരോ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഇതുപോലത്തെ ആക്രിക്കടകൾ എന്ന് പറയും മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ സ്ഥലങ്ങൾ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലേ, റെഫ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നാണ് അല്ലേ. നമുക്ക് കഴിയുന്നതൊക്കെ റെഫ്യൂസ് ചെയ്യുക. കടയിൽ പോകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ റെഫ്യൂസ് ചെയ്യുക. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ റീസൈക്കിൾ ചെയ്യുക. അപ്പൊ അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഇവിടെ കാണുന്നത്. റീയൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ തന്നെ പലതും റീയൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ റീയൂസ് ചെയ്യും. റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമുക്ക് വേണ്ട എന്ന് പറയുക. ഇപ്പോൾ ഓരോ പാക്കേജിങ് കവറൊക്കെ തരുമ്പോൾ വേണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ കവർ കൊണ്ടുപോവുക അല്ലേ, ജൂട്ടിലുള്ള കവേഴ്സ് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിന്റെ. രണ്ട് മാസത്തെ വേസ്റ്റ് ഫുൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഡിസ്പോസ് ആയി, ഫുൾ ക്ലിയർ ആയി. ഇനി വീണ്ടും ഒരു 2 months ഇതുപോലെ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലത്തെ പ്ലാസ്റ്റിക് വേസ്റ്റും റീയൂസ് ചെയ്യാൻ പറ്റുന്നതും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആവും. ഓർഗാനിക് ഒക്കെ കണ്ടില്ലേ, നമുക്ക് ബയോഗ്യാസ് കാണിച്ചിട്ടില്ല, അപ്പോൾ അതുപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എൻവയോൺമെന്റിനെ നോക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ എല്ലാ വീടുകളിലും ഒരു ചെറിയ യൂണിറ്റ് ആകുമ്പോഴത്തേക്കും അതെല്ലാം കളക്ട് ചെയ്യാൻ 5 പൈസ വെച്ച് 5 വീട് 5 അങ്ങനെ കുറേ നാളാകുമ്പോഴത്തേക്കും ഫുള്ളൊരു നാട് തന്നെ ഫുള്ള് നമുക്ക് ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിനി യാത്ര ആരംഭിക്കാം ഇവിടെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇവിടെ നടക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, കാണാൻ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നുന്നു. അയ്യേ, വേസ്റ്റ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ നമ്മൾ ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്ത് അത് എളുപ്പത്തിന് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും പറ്റുന്ന രീതിയിലാക്കുന്നത് ഒരാളുടെ മാത്രം കഴിവല്ല. ഇതിപ്പോ ഫുഡിന്റെ കാര്യം ഇതെല്ലാം കഴുകി സെറ്റ് ചെയ്യുന്നത് ഇപ്പം അമ്മയായാലും വല്യമ്മയായാലും അമ്മുമ്മയായാലും ഇപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ സഹായിക്കുന്ന ഞാനും അച്ഛനും ആയാലും ഇതുപോലെ ഒരു 2 മാസം കൂടുമ്പോഴത്തേക്കും അത് നമ്മളെ ഒരുമിച്ച് നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സായാലും അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഒരു ബിറ്റ് ഓഫ് പ്ലാസ്റ്റിക് പോലും അത് കത്തിക്കാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ റോഡിൽ പാഴായി പോകുന്നില്ല എന്നുള്ള ഒരു അഭിമാനവും പ്രൗഡുമായിട്ട് ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ അവരവരുടെ വീടുകളിൽ നിന്ന് ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ എൻവയോൺമെന്റിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. അല്ലാണ്ട് നമ്മൾ എൻവയോൺമെന്റിന് വേണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുമ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഉള്ള ഒരു 10-15 വർഷമായിട്ട് എന്തായാലും സ്ഥിരമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. ബയോഗ്യാസ് അത്രയും നാളായിട്ടില്ല, ഏകദേശം ഒരു 10-12 കൊല്ലമായിട്ട് ബയോഗ്യാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും മുമ്പ് തന്നെ നമ്മൾ അല്പം ഒരു ബിറ്റ് പ്ലാസ്റ്റിക് പോലും ഇവിടുന്ന് കത്തിക്കാനായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ കത്തിക്കാറില്ല. പക്ഷെ ചുറ്റുപാട് എപ്പോഴും കാണാറുണ്ട് പ്ലാസ്റ്റിക് എല്ലാവരും കൂട്ടിയിട്ട് കത്തിക്കുന്നതും. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും, കാരണം ഭയങ്കര ഇതിന്റെ പിറകിലൊരു എഫേർട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ മടിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മളെ എൻവയോൺമെന്റിന് വേണ്ടി ചിന്തിക്കുമ്പോഴത്തേക്കും ഇതൊരിക്കലും ഒരു എഫേർട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് അത് എന്നെ അറിയിക്കുക, ഷെയർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹാപ്പി ചിൽഡ്രൻസ് ഡേ. പീസ് ഔട്ട്. ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം.